ല്ലോ പോയി ഇരന്ന് വാങ്ങിക്കാൻ മനസ്സ് ഇല്ലാത്തവരൊക്കെ കാണുമല്ലോ, അഭിമാനം വിറ്റ് ഒന്നിനും നിൽക്കാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ. അങ്ങനെ ഉള്ളവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും ഈ അസുഖം എങ്ങനെയെങ്കിലും അറിയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുമ്പോഴത്തേക്ക് അവർ തകർന്നു പോലെ അവർ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രേഷ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞുണ്ടാക്കുന്നത്. കാരണം ഇത്രയും ഭീമമായ തുക ഞങ്ങൾ ഇവിടെ പൂരിപ്പിക്കും, ഇത്ര പേരെ വാങ്ങിച്ചാൽ കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു, കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പുറത്തു വന്നായിരുന്നു. മെഡിസിൻ്റെ ചാർജ് 2 ലക്ഷം രൂപ എന്നും പറഞ്ഞുകൊണ്ട് കീമോ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള ഒരു ഇഞ്ചക്ഷൻ്റെ വിലയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി പേരെടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉള്ള കുഴപ്പങ്ങൾ എന്നാണെന്നറിയോ, ഒരു സാധാരണക്കാരന് ഈ ഒരു അസുഖമാണെന്ന് അറിയുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത്രയും പൈസ ചിലപ്പോൾ മുടക്കാൻ നിവൃത്തിയില്ലാത്തവരായിരിക്കും. എനിക്ക് വേണ്ടി ഇനി ഇതുപോലെ പൈസ മുടക്കണമല്ലോ ഓരോ പ്രാവശ്യം. അപ്പോൾ ഇത്ര കീമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് 2, 3, 4 ഒക്കെ ചെയ്യേണ്ടടുത്ത് ഇവരെങ്ങനെ ഇതുണ്ടാക്കും എന്നോർത്ത് ചിലരൊക്കെ എന്നാ പറയുക, സ്വയം ജീവൻ അങ്ങ് തീർത്തേക്കും, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കും. അങ്ങനെയുള്ള ഒരുപാട് പേര് അങ്ങനെയൊക്കെ വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ കാരണം ഇനി ചിലപ്പോൾ ഒരു കൊച്ചു വീടും കുറച്ച് സ്ഥലമൊക്കെ ആയിരിക്കും ഉള്ളത്, ഞാൻ കാരണം ഇനി കിടപ്പാടം പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് അവർ ഈ ലോകത്തുനിന്നേ പോകാൻ അങ്ങ് തീരുമാനിക്കും. പക്ഷേ ഇങ്ങനെ കുറേ തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ ഒരു കാര്യത്തിൽ ഇവരുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഒന്നൊന്നുമല്ല, കുറേ ഡോക്ടേഴ്സ് വന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊന്നും ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ചേർന്ന കാര്യങ്ങളല്ല ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഇവർക്ക് അസുഖമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇവർക്ക് അസുഖമുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഇവരിത് എന്നത്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇവർക്ക് തോന്നിയ പോലെയാണ് ഇവർ കാണിച്ച് കൂട്ടുന്നത്. ഇവർക്ക് എനിക്കൊന്ന് ഈ അസുഖം എന്നാന്നുള്ളതും ഇതിൻ്റെ ഈ സീരിയസ്നെസ് ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ ഇവർ കാണിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അതോ ഇനി ഇത് ആരോടെങ്കിലും തോപ്പിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്നതാണോ എന്നതാണെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഓരോന്നും കാണിക്കുകയും പറയുകയും ചെയ്യുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അവർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഋതപ്പനെ അവരുടെ അടുത്തൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നു, അതിനുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാണ്. ആ കുഞ്ഞ് ഇത് കേൾക്കുമ്പോൾ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. നിങ്ങളിപ്പോൾ ഈ പറയുമ്പോഴാണ് ഇതെല്ലാവരും കേൾക്കുന്നത്. ഈ ഋതപ്പനെ നിങ്ങളുടെ അടുത്തൊന്ന് അകറ്റാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. നിങ്ങൾ ആ പറയുമ്പോൾ ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്നെ ചിന്തിക്കുന്നുണ്ടോ? അത് ഇതൊന്ന് കേൾക്കാനോ എടുക്കാനോ ഇടയായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നെങ്കിലും കേട്ടാൽ കുഞ്ഞു ഉറക്കത്തിൽ അതെന്നാ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് എന്നെ അകറ്റാൻ നോക്കുന്നത്. ഈ ഋതപ്പനെ ആരും അകറ്റാൻ നോക്കിയാൽ അകലത്തില്ല. നിങ്ങളുടെ മകൻ നിങ്ങളുടെ തന്നെയാണ്. നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒന്നുമല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അതിനെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, ഇന്ന ആൾക്കാരെ അത് ഏൽപ്പിക്കുന്നു, ഇതൊന്നുമല്ല നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. ആ കുഞ്ഞിനെ അമ്മയായിട്ട് നിങ്ങൾ ഈ ലോകത്ത് കാണണം എന്നുള്ള രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകുക. അല്ലാതെ ഇതുപോലുള്ള വേഷം കെട്ടലുകൾ ഒഴിവാക്കിയതിന് ശേഷം ഈ രോഗം എന്നാന്നും ഇത് ഏത് അവസ്ഥയാണെന്നുള്ളത്, ഈ അസുഖം വന്ന് ഓരോരുത്തർ അനുഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ മേലാഴികയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ കാണിച്ച് കൂട്ടുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കാനെന്ന് അറിയത്തില്ല. ഉള്ള സത്യം പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് വലുതായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഈ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരിക്കത്തില്ലായിരിക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദേഹത്ത് മുഴുവനും ആയി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആദ്യം വന്ന് പറയുന്നത്. നിങ്ങളെപ്പോഴും തെറ്റിദ്ധരിപ്പിക്കലാണ്, ഫുള്ള് തെറ്റിദ്ധരിപ്പിക്കലാണ്. അതെല്ലാം മനുഷ്യരും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറുക്കൻ മരിച്ച്. അപ്പോൾ അതെങ്ങനെ മരിച്ചെന്ന് ചോദിച്ചാൽ, ഈ പയ്യന് തലവേദനയായിരുന്നു, എപ്പോഴും തലവേദന. അന്നൊക്കെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ആൾക്കാർക്ക് അതൊക്കെ കേൾക്കുന്ന പോലും. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പയ്യന് തിരിഞ്ഞത് ക്യാൻസർ എന്നാണ്. ഇതെന്നാ ചെയ്ത് ഇവരുടെ ഈ അന്നൊക്കെ ഉണക്ക സമയമായിരുന്നു, ഈ കരിയിലൊക്കെ കൂട്ടിയിട്ട് തീ കത്തിക്കും. അപ്പോൾ ഈ തെങ്ങിന് നല്ല തടം എടുത്തിട്ടുണ്ട്, തടം എടുത്തേക്കുന്നിടത്തോട്ട് കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ തീ കത്തിക്കുകയാണ് ചെയ്തത്. ഈ പയ്യൻ ആ തീക്കകത്തോട്ട് ചെന്നങ്ങ് കയറിക്കൊടുത്ത തെങ്ങിൽ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചങ്ങ് നിന്നു. ദേഹത്തോട്ട് തീ അങ്ങോട്ട് ആളിയിട്ട് ആൾക്കാർക്ക് അടുത്തോട്ട് അടുക്കാനും പറ്റത്തില്ല. ഒരു നല്ലപോലെ പൊള്ളൽ അതിൻ്റെ ദേഹത്തായി കഴിയുമ്പോഴത്തേക്ക് ഇതിന് എന്നിട്ട് ഒരു തരത്തിൽ വെള്ളം കോരി ഒഴിച്ച് കെടുത്തി ഇതിനെ ആശുപത്രി കൊണ്ടുപോയി. അന്നേരം വീട്ടുകാർ വെച്ച്, നീ എന്നതിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ക്യാൻസർ ആണെന്നറിയാം, എന്നെ ചികിത്സിക്കാൻ പോയാൽ നമ്മുടെ സ്വത്തല്ല ഒന്നുമില്ല, അവർക്കൊരു കൊച്ചു ഓലപ്പര വീടും ഒരു 4 സെൻറ്റ് സ്ഥലവും ഉള്ളൂ. അപ്പോൾ അത് നഷ്ടപ്പെടും, ഈ കിടപ്പാടെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ അസുഖം വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടി പൈസ ഒരുപാട് ചെലവ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജും കൂടെ കൊടുക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവരുടെയൊക്കെ അവസ്ഥയെന്ന് ഓർത്ത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജും കൂടെ കൊടുത്തുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമുക്കിത് കേട്ടതിന് ശേഷം ഒരു ക്യാൻസർ പേഷ്യൻറ്റ് അവർ പറയുന്നതാണ്, അവരിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ വലിയ സാമ്പത്തികമുള്ളവരോ ഒന്നുമല്ല, ഒരു സാധാരണ മനുഷ്യരാണ്. അവരുടെ ഭർത്താവ് ഇതിന് ആത്മഹത്യക്ക് ശ്രമിക്കുകയോ ചെയ്ത കാര്യം എന്നാന്ന് വെച്ചാൽ പൈസ എങ്ങനെ ഉണ്ടാക്കും, അവർക്ക് കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും അവരുടെ അസുഖത്തെപ്പറ്റി, അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളെ പറ്റി, അവരോട് ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. ഡോക്ടർ അവരോട് എന്നതൊക്കെയാണ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെയുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന ക്ഷീണങ്ങളും കാര്യങ്ങളും എല്ലാം അവരിപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് എനിക്ക് സന്ദീപിൻ്റെ ചാനലിൽ നിന്നാണ് കേട്ടോ ഈ വോയിസ് കിട്ടിയത്. കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണമെന്ന് ഓർത്തു. ഏക്കാലും എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലുമൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെയാണ് സത്യങ്ങളെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവരുടെ കള്ളത്തരങ്ങൾ മൊത്തം ഓരോന്നോരോന്നായിട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുവാണ് ഈ റിയാക്ഷൻ മീഡിയക്കാരും പിന്നെ കുറേ പ്രേക്ഷകരും.
അത് സത്യമായിട്ടുള്ള ഇവർക്ക് അസുഖമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇവർക്ക് അസുഖമുണ്ട്. പക്ഷേ ഇവർക്ക് എനിക്കൊന്നും വലിയ പ്രശ്നമായിട്ടില്ലായിരിക്കും. അതായിരിക്കും ഇവരിത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. ഇനി അല്ല ഇവർ പറയുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടിച്ച് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറെ 2 lakhs മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. കേട്ടല്ലോ, ഇതിനൊരു 2 lakhs ഇവർക്ക് ഉണ്ടാക്കണം. ഇതിന് എത്രയാണ് ഉണ്ടാക്കേണ്ടത്? ഇതിനേക്കാൾ മുന്നേ ഒരു വോയിസ് നിങ്ങൾ ആരെങ്കിലും വന്ന് കേട്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്ന വോയിസ്. പക്ഷേ ഞാനത് ഇപ്പോൾ എടുത്തിട്ടില്ല. ഞാൻ ആ വോയിസ് ഈ കരീഷ്മ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അൽത്തു വ്ളോഗ്സ് ഇവരെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോ ചെയ്ത് അവരെ സഹായിക്കണം, അവർക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തപ്പം ഈ കരീഷ്മ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണുവിന് ആരുടെയും പൈസ വേണ്ട, രേണുവിന് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ചാനലുണ്ട്, അതിലൂടെ അവർ പൈസ ഉണ്ടാക്കുന്നു, പിന്നെ അല്ലാതെ ഓരോ ഫണ്ടിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അൽത്തു വ്ളോഗ്സ് ആ വീഡിയോ റിമൂവ് ചെയ്യുമോ, അത് പ്രൈവറ്റ് ആക്കുമോ, ഏതാണ്ട് ചെയ്തിട്ടുണ്ട് അൽത്തു വ്ളോഗ്സ്. അതിൻ്റെ പേരിൽ അത് അൽത്തുവിനെതിരെ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയോടുകൂടിയുള്ള കാര്യത്തോടെ പറയും. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർക്ക് എവിടുന്ന പൈസ ഉണ്ടാക്കുന്നു ഇവർക്ക് അറിയത്തില്ല, എന്ത് ചെയ്യുമെന്ന് അവർക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കേൾക്കാം. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ട. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ പൈസ ചിലവുണ്ട്, മരുന്നും അത്യാവശ്യ കാര്യങ്ങളൊക്കെ മേടിക്കണം. പക്ഷേ ഇത്ര ലക്ഷങ്ങൾ വേണമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇനിയാണെങ്കിലും നമുക്ക് പറയുന്നൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ബ്രോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എനിക്ക് സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. പിന്നെ 5 ലക്ഷം 10 ലക്ഷം ഒന്നും കീമോക്ക് ആവത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ കീമോ മരുന്നിന്റെ ബില്ല് ഞാൻ ബ്രോക്ക് തരാം. ബ്രോ പറഞ്ഞാൽ കീമോ ചെയ്യാൻ വേണ്ടി മേടിച്ച മെഡിസിന്റെ ബില്ലുകൾ ഞാൻ ഇട്ട് തരാം. അത്രയും രൂപയൊന്നും ആവത്തില്ല മെഡിക്കൽ കോളേജിൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ ആവത്തില്ല, കീമോക്ക് ഇത്രയും പൈസ ആവത്തില്ല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ആയതിന്റെ അത്ര പോലും ആവത്തില്ല ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ. പോരാത്തതിന് എനിക്ക് ചികിത്സാ കാർഡ് ഒന്നും ഇല്ലായിരുന്നു, ഇൻഷുറൻസ് കാർഡൊന്നും എനിക്ക് ഇല്ലായിരുന്നു. പിന്നെ രേണുവിനാണെങ്കിൽ യെല്ലോ റേഷൻ കാർഡ് യെല്ലോ ആണെന്ന് പറയുന്നത്, അവർക്കൊക്കെ എല്ലാം ഫ്രീ ആണ് അവിടെ. എന്നിട്ട് ഞാൻ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് ടെൻഷനാണ്. ഞാൻ ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ്, ഒരു നിവൃത്തിയില്ല ഞങ്ങൾ വാടക വീട്ടിലാണ് 9 വർഷം കൊണ്ട് താമസിക്കുന്നത്. 2 പെൺകുട്ടികളാണ്. ഹസ്ബൻഡിനാണെങ്കിൽ മീൻ കച്ചവടമാണ്. അത് മിക്കുള്ള ദിവസവും നഷ്ടത്തിലുമായിരിക്കും. എനിക്കും കൂടി വയ്യാതായതിനു ശേഷം ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കീമോ ചെയ്ത് എന്റെ കൈ കാലൊക്കെ പഴുത്തു. അതായത് കീമോയുടെ മരുന്ന് ഈ കാലൊക്കെ പഴുത്തു, അത് നടക്കാനൊന്നും പറ്റാതെ ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഒരു റേഡിയേഷന് മെഡിക്കൽ കോളേജിൽ 5,000 രൂപയാണ് പറഞ്ഞത്. ഒരു റേഡിയേഷന് 5,000 രൂപ. എനിക്ക് ചികിത്സാ കാർഡില്ലാത്തതുകൊണ്ട് 75,000 രൂപ ആവും. 75,000 രൂപ എനിക്ക് പിന്നെ ചികിത്സാ കാർഡില്ലാത്തതുകൊണ്ട് 15 റേഡിയേഷന് ഞാൻ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ എനിക്ക് വേണ്ടി പിന്നെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഞങ്ങൾ റെഡിയാക്കണം. അത് ഞങ്ങൾ ഇതുപോലെ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടല്ല ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നിരുന്നത്. ഒന്നിൽ പലിശയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ ഡെയിലി അടച്ചു പോകുന്ന രീതിക്ക്, അതായത് 50,000 രൂപ എടുത്താൽ ഡെയിലി 1,000 രൂപ അടച്ചു പോകുന്ന രീതിക്ക് ആരെങ്കിലും റോൾ ആയിട്ട് എടുക്കണം. അങ്ങനെയൊക്കെ ഞങ്ങൾ പോകണം. ഞങ്ങൾ ആരുടെ മുമ്പിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞു വീഡിയോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് സഹായങ്ങൾ കിട്ടും. എന്തിനാണ് അങ്ങനെ സഹായം മേടിക്കുന്നത്? അവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. അതിൽ ചെന്ന് നമ്മളും കൂടെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും കൊള്ളാം. ഇത്രയും രൂപയൊന്നും അവിടെ ആവത്തില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഓരോ മരുന്നിനും വാങ്ങിയ ബില്ല് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട് തരാം. ഇതിൽ ഞാൻ ഇട്ടിരുന്ന 21 ഐറ്റം മരുന്നാണ് നമുക്ക് ഒരു ബോട്ടിൽ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ 3 ബോട്ടിൽ മരുന്ന് ഉണ്ടാവും. ഒരു അതിൽ റെഡ് കളർ ഒരു മെഡിസിൻ ഉണ്ട്, കീമോയുടെ മരുന്ന് റെഡ് കളർ. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതാണ് നമ്മുടെ ബോഡിയെ ഫുള്ള് നമ്മളെ അങ്ങ് കിടത്തി കളയുന്ന ഒരു സാധനമാണ് ഈ റെഡ് കളറിൽ. അതിലാണ് 21 ഐറ്റം മരുന്ന് മിക്സ് ചെയ്താണ് ഈ മരുന്നുകൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോലും എത്ര ടൈം എടുക്കും അറിയാമോ? 1 മണിക്കൂറിന് പുറത്താണ് നമുക്ക് ഒരു മരുന്ന് ഈ മരുന്നുകളെല്ലാം മിക്സ് ചെയ്ത് എടുക്കുന്ന സമയം, ഈ മരുന്നെല്ലാം കൂടി മെഡിസിൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കേണ്ട സമയം 1 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് അതിൽ 3-4 ഐറ്റം. അതായത് അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങണ്ട. അവിടെ ഇല്ലാത്ത മെഡിസിൻ ആണെങ്കിൽ അവർ പിന്നെ പറയും ഇന്ന മെഡിസിൻ ഇവിടെ ഇല്ല, അത് പുറത്തുനിന്ന് വാങ്ങണമെന്ന്. എനിക്ക് ഫസ്റ്റ് കീമോക്ക് പുറത്തുനിന്ന് 500 രൂപയുടെ മരുന്നേ വാങ്ങിയുള്ളൂ. ഏതോ 1 ഐറ്റം 2 ഐറ്റം മരുന്നേ മെഡിക്കൽ കോളേജിനകത്ത് ഇല്ലാതുള്ളായിരുന്നു. അത് 500 രൂപയായി 2 ഐറ്റം മരുന്ന് വാങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ രണ്ടാമത് പോയപ്പോഴത്തേക്കും രണ്ടാമത്തെ കീമോയ്ക്കും 500 രൂപ എനിക്ക് കീമോയുടെ മെഡിസിൻ ആയിട്ട് വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. 500 രൂപയുടെ മരുന്ന്. ബാക്കിയെല്ലാം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. കേട്ടല്ലോ, കീമോയുടെ മരുന്ന് മേടിക്കേണ്ടി വന്നാൽ 500 രൂപയായുള്ളെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് അവിടെ എല്ലാം മെഡിസിൻ എല്ലാം ഫ്രീ ആണ്. അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. റേഷൻ കാർഡും കൊണ്ട് ആ ദാരിദ്ര്യക്ക് താഴെയുള്ള റേഷൻ കാർഡും കൊണ്ട് ചെല്ലുന്നവർക്ക് അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കാർഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് അതിലും കേൾക്കണം 500 രൂപയാണ്. കാര്യം ഇവർക്ക് ഈ കാർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇവർക്ക് ഇതുപോലെ പൈസ ഇവർക്ക് ചിലവായത്. ഈ കാർഡൊക്കെ ഉള്ളവർക്ക് അത്രയും പൈസ ചിലവാകുന്നില്ല. എനിക്കൊന്ന് രേണുവിന്റെ കാർഡ് ഏതാന്നുള്ളത് രേണു ഒരിക്കൽ പറഞ്ഞാണ്, നമുക്കറിയാവുന്നതാണ്. രൂപയുടെ മരുന്ന് എടുക്കുന്ന ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ 4,000 രൂപയുടെ മരുന്ന് എടുത്താൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 2,800 രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് എടുക്കണമായിരുന്നു. ഹോസ്പിറ്റലിൽ ബാക്കിയെല്ലാം മരുന്നും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 5ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 1,800 രൂപയുടെ മരുന്ന് എടുക്കണമായിരുന്നു. അത് പിന്നെ മെഡിസിൻ മാത്രമല്ല, ഈ തുപ്പിടാൻ വേണ്ടിയിട്ടുള്ള ക്യാനുല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം കൂടെ മെഡിസിനും മരുന്നും കൂടി 1,800. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാം ഫ്രീ ആണ്. പിന്നെ അകത്തില്ലാത്തത് മാത്രം 1-2 ഐറ്റം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. 8,000 രൂപയുടെ മരുന്നൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോപ്സിക്ക് അകത്ത് ചെയ്യുന്നതിന് നമുക്ക് പിന്നെ പൈസ ആകത്തില്ല. പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ടെസ്റ്റ് അനുസരിച്ച് പൈസ ആവും. അതുപോലെ അകത്ത് ചെയ്യുന്ന സ്കാനിങ്, മെഡിക്കൽ കോളേജിൽ അകത്ത് ചെയ്യുന്ന സ്കാനിങ്ങിന് എനിക്ക് CT സ്കാനിങ്ങിന് 5,000 രൂപ, പെറ്റ് സ്കാനിങ്ങിന്
5500 രൂപ. ഈ 2 സ്കാനിങ്ങാണ് എനിക്ക് ടോട്ടൽ കഴിഞ്ഞത്. പിന്നെയുള്ള ബാക്കിയുള്ള ഈ അസുഖം പിന്നെ ഇതാണ് എന്ന് ഉറപ്പിക്കാനുള്ള സ്കാനിങ് എല്ലാം എനിക്ക് പുറത്തുനിന്നായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ സിറ്റിയിൽ തന്നെ ഡോക്ടർ റൂമിൽ പ്രൈവറ്റ് ആയിട്ടാണ് പോയി കണ്ടത്. അപ്പം ഡോക്ടർ അവിടെ നിന്ന് എനിക്ക് എന്താണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി 1-2 ടെസ്റ്റ് എഴുതി തന്ന സ്കാനിങ്ങിനും ബയോപ്സിക്കും ഒക്കെ എഴുതി തന്നപ്പോൾ ഞാൻ അത് പുറത്തുനിന്നാണ് ചെയ്തത്. അപ്പൊ അന്ന് എനിക്ക് ഒരു ബയോപ്സിക്ക് 5000 രൂപയായി, സ്കാനിങ്ങിന് 1200 രൂപയായി. പുറത്ത് ചെയ്യുന്നെങ്കിൽ പൈസ ആവും. പക്ഷെ മെഡിസിൻ, കീമോയുടെ മെഡിസിൻ പൈസ മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 8000 രൂപയുടെ മരുന്ന് പോലും വാങ്ങണ്ട. RCCയിലും അതുപോലെ തന്നെ, രണ്ടോട്ട് RCCയിലും അങ്ങനെ തന്നെ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ആയെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കാർഡും എനിക്കില്ല. റേഷൻ കാർഡിന്റെ ആവട്ടെ അല്ലാതെ ആവട്ടെ. പിന്നെ എനിക്ക് റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് റേഷൻ കാർഡ് തന്നെ ഇല്ലായിരുന്നു. ഉള്ള റേഷൻ കാർഡാണെങ്കിൽ എയർടെല്ലും കൂടെയാണ്. എന്നിട്ട് പോലും എനിക്ക് ഇത്ര പൈസയെ ആയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പ്രൈവറ്റിൽ ഞാൻ സർജറിക്ക് പോയപ്പോൾ ആ ബില്ലുകൾ ഞാൻ തരാം. എനിക്ക് അവിടെ എത്ര രൂപ ചെലവായി. ടോട്ടൽ എനിക്ക് സർജറിയും ഈ 10 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 10 ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ ഈ സർജറിക്കും പെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലായിരുന്നു എന്റെ സർജറി. ഈ 10 ദിവസത്തെ മെഡിസിനും എല്ലാം കൂടി എനിക്ക് 1,20,000 രൂപ അവിടെ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 1,20,000 രൂപ പേയ്മെന്റ് ചെയ്തു. ഞങ്ങൾ 10 ദിവസം കിടന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോൾ 14,000 സംതിങ് രൂപ തിരിച്ചു തരികയും ചെയ്തു. കാരണം മെഡിസിനൊക്കെ ബാലൻസ് ഉള്ളത് അവരെടുത്തിട്ട്. പിന്നെ എനിക്ക് മെഡിക്കൽ കോളേജിൽ കൂടുതൽ പൈസ ആയതെന്ന് പറഞ്ഞാൽ എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ കൊടുത്തിരുന്നത്, അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ നിന്ന് ഈ സ്ലൈഡ് വാങ്ങി പുറത്ത് ലാബിൽ കൊടുത്ത് ഈ 66 അങ്ങനെയൊക്കെയുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റും കൂടെ ചെയ്താലേ നമുക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെ വേണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ട്രീറ്റ്മെന്റിന് മാത്രം, ആ ടെസ്റ്റിന് മാത്രം, ആ ഒരു പുറത്ത് ചെയ്ത് ഈ സ്ലൈഡ് പുറത്ത് കൊടുത്ത് ചെയ്യുന്ന ടെസ്റ്റിന് മാത്രം എനിക്ക് അതിന് മാത്രം മെഡിക്കൽ കോളേജിൽ റേറ്റ് കൂടി 14,000 സംതിങ് രൂപ അതിനായി. അല്ലാതെ എനിക്ക് മെഡിക്കൽ കോളേജിൽ വേറെ ഒരു പ്രശ്നം, ഒരുപാട് പൈസ ഒന്നും നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിക്കുള്ള എമൗണ്ട് ഒന്നും മെഡിക്കൽ കോളേജിൽ എനിക്ക് ആയിട്ടില്ല. ഇവർ പറയുന്നത് നിങ്ങൾ കേട്ടാൽ ഇവരുടെ റേഷൻ കാർഡ് ദാരിദ്ര്യക്ക് താഴെ അല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ റേഷൻ കാർഡ് ഇവർക്ക് ഉപയോഗിച്ച് അവിടെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാനോ ഒന്നും പറ്റില്ല. എന്നാലും അവർക്ക് അവിടെ വലിയ പൈസ ആയിട്ടില്ലെന്ന് ഇവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് പറ്റിയ കാര്യം വെച്ചാൽ ഇവർ റൂമിൽ പോയാണ് ഡോക്ടറെ കാണിച്ചത്. നമ്മൾ റൂമിൽ പോയി ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കെല്ലാം പുറത്തോട്ട് എഴുതി തരത്തേ ഉള്ളൂ. ഏതൊരു കാര്യത്തിനായാലും ഞങ്ങളൊക്കെ എന്തെങ്കിലും നമുക്കിവിടെ ഹോസ്പിറ്റലിൽ അത്യാവശ്യത്തിന് ഡോക്ടറെ പോയി കാണുമ്പോൾ നമ്മൾ റൂമിലാണ് പോയി കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് പുറത്തോട്ട് എഴുതി തരത്തേ ഉള്ളൂ. അല്ലാതെ ഹോസ്പിറ്റലായിട്ടൊരു ബന്ധം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ റൂമിൽ പോയി കാണിച്ചിട്ടാണ് ഇവർക്ക് സ്കാനിങ്ങിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പുറത്തോട്ട് എഴുതി കൊടുത്തു. അപ്പോൾ അവർക്ക് പുറത്തേ, അപ്പോൾ ഹോസ്പിറ്റലിനകത്തായിരുന്നെങ്കിൽ അത്രയും പൈസ അവർക്ക് ആകത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത്. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. എനിക്കായിട്ടില്ല. ബ്രസ്റ്റിന്റെ ഭാഗത്തായിട്ട് എനിക്കൊരു തടുപ്പ് ഉണ്ടായിരുന്നു 1 വർഷം മുന്നേ. ഞാൻ വലിയ മൈൻഡ് വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയ മൈൻഡ് ഒന്നും കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയായിരുന്നു. ഈ ടെസ്റ്റുകൾ ചെയ്തവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബയോപ്സിക്ക് ഇങ്ങനെ നമ്മുടെ ബയോപ്സിക്ക് വേണ്ടി എടുക്കുന്നത് ഭയങ്കര വേദനയാണ്, ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമ്മൾ തളർന്നു പോകും. അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ എന്റെ ഫാമിലി ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ പറയാനുള്ള സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു. കാരണം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കാൻ പറ്റില്ല എന്ന് ഞാൻ മെയിൻ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്കൊരു വേദന വന്നു. പിന്നെ ഈ വേദന വന്നപ്പോൾ തന്നെ ബാക്കിയുള്ള ഒരു ബ്രസ്റ്റിൽ വലത് സൈഡിൽ ഒരു ബ്രസ്റ്റിൽ ഫുൾ അവിടെ ആയിട്ട് കുഞ്ഞു കടുപ്പുകൾ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് കടുപ്പുകൾ വന്നു തുടങ്ങി. വേദന സഹിക്കാൻ പറ്റാതെ എനിക്ക് സഹിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ലായിരുന്നു. ആ തരത്തിലുള്ള വേദനയായിരുന്നു എനിക്ക്. എന്നിട്ട് 3 ദിവസം ഞാൻ കുറയും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നെഞ്ചിൽ ഇങ്ങനെ ഒരു കടുപ്പുണ്ട്, എനിക്ക് നല്ല വേദനയുണ്ട്, പിന്നെ എന്താ പറയുക, ഇത് നീര് വെച്ചോണ്ട് നിനക്ക് പണിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ട് കാണിച്ച് ഡോക്ടർ തൊട്ട് നോക്കിയോടെ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞില്ല, ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. എന്റെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇത്രയും നാളും കൊണ്ട് കാണിക്കാതെ വെച്ചിരുന്നത്, ഡോക്ടറെ കാണിക്കാതെ വെച്ചിരുന്നത് എന്തു എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പുറത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇത്തിരി പ്രശ്നമുള്ള ട്യൂമറാണ്, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കൊണ്ട് പോയി കാണിച്ചു. അവിടുന്ന് നേരെ ഒരു സർജനെ കാണിച്ചപ്പോഴേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, ഇച്ചിരി എന്റെ അടുത്തല്ല ഈ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, ഇച്ചിരി പ്രശ്നമുള്ള ട്യൂമറാണ്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടെൻഷനൊന്നും, ഇതിപ്പോ 100 പേരുണ്ടെങ്കിൽ ഒരു 80% ആൾക്കാർക്കും ഫ്രീ അസുഖമാണ്. പിന്നെ അപ്പോൾ ആരുടെ വേണമെന്ന് അന്വേഷിച്ച് നോക്കിയോ, മെഡിക്കൽ കോളേജിൽ കീമോക്ക് എത്ര രൂപ ആവും എന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പൊ അറിയാലോ, ഞാൻ കള്ളം പറയുന്നല്ല, എനിക്ക് കള്ളം പറയാൻ. ഇവർ പറഞ്ഞത് ശരിയാട്ടോ. ഇപ്പം മിക്കവർക്കുണ്ട് ഈ അസുഖം, ഒരുപാട് പേർക്കുണ്ട്. ഒരുപാട് പേർക്ക് അത് മാറ്റം വരുന്നുണ്ട് കേട്ടോ. പഴയ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഈ അസുഖം നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഇതിന് മാറ്റം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ടീച്ചറുണ്ട്, ടീച്ചറിന് ബ്രസ്റ്റിനായിരുന്നു. ആ ടീച്ചർ മോളെയൊക്കെ പഠിപ്പിക്കുന്നതായിരുന്നു, തുടക്കമായിരുന്നു. അതുകൊണ്ട് ബ്രസ്റ്റ് എടുത്ത് കളയേണ്ടി വന്നു. പക്ഷേ ടീച്ചർ ഇപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല, ടീച്ചർ ഇരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ. അതെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ അന്നേരം നമ്മളത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതാണ് നല്ലത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. നമ്മൾ എന്നാന്ന് വെച്ചാൽ നമ്മളിത് മറ്റുള്ളവർ പറയുമ്പോൾ മറ്റുള്ളവരുടെ നമ്മൾ പറയും, നിങ്ങളൊരു ടെസ്റ്റ് നടത്തുക, നോക്കുക, എടുക്കുക എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മളത് പിന്നെയെന്ന് പറഞ്ഞിട്ട് വെക്കും. അങ്ങനെ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അല്ലെങ്കിൽ അതൊരു തോന്നലാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വേദന മാറും എന്നൊന്നും ഓർത്തിരിക്കാതെ, ചെറിയൊരു പെയിൻ ഉള്ളപ്പോൾ തന്നെ അതെന്നാന്നുള്ള ഡോക്ടറെ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് അതിൻ്റെ ഒരു സംശയം ഒന്ന് തീർത്തേക്കുക. കാര്യം നമ്മൾ പണ്ടുള്ള കാരണവന്മാർ പറയുന്നുണ്ട്, സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്ന അവസ്ഥയാകുക എന്ന് പറയുന്നത് പോലെ തന്നെയാകും. നമ്മൾ ഒരുപാട് വൈകി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ കാണിച്ചാൽ നമുക്കതിന് ട്രീറ്റ്മെൻറ്റും അത്രയും പെട്ടെന്ന് തുടങ്ങും, അത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. മെഡിക്കൽ കോളേജിൽ കീമോക്ക് എത്ര രൂപ ആവും എന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പൊ അറിയാലോ, ഞാൻ കള്ളം പറയുന്നല്ല, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല.
എനിക്കും വേണമെങ്കിൽ ഇതുപോലെ ഇത്ര രൂപ എനിക്ക് ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കും വാങ്ങാം അങ്ങനെ. പക്ഷെ നമ്മൾ അതിന്റെ ആവശ്യമില്ലല്ലോ, അത്രയും രൂപയൊന്നും നമുക്ക് ആവുന്നില്ല. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതിന് നമ്മുടെ അസുഖത്തിന്റെ പേരും പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് മറ്റുള്ള നമ്മുടെ ആവശ്യങ്ങൾ നേടേണ്ട കാര്യമുണ്ടോ? നമ്മൾ വീട്ടിലെ ആർഭാട ജീവിതവും നമുക്ക് ഡ്രസ്സും ചെരുപ്പും മേക്കപ്പും ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ പണം കൊണ്ട് വാങ്ങിയിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞങ്ങൾ ആരോടും അങ്ങോട്ട് സഹായം പോയി ചോദിച്ചിട്ടില്ല. ഞങ്ങൾ അവസ്ഥ അറിഞ്ഞ് എന്റെ വീട്ടിൽ എനിക്ക് സഹായങ്ങൾ കൊണ്ടുവന്ന് ഞാൻ എന്റെ സർജറിയും എല്ലാം ഞാൻ ഒരു രൂപ പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. സർജറി ഒക്കെ ഞങ്ങൾ, കാരണം എന്റെ ഹസ്ബൻഡ് നല്ല ഒരു വണ്ടി എടുത്ത് നല്ല കടത്തിൽ നിന്ന സമയത്താണ് ഹസ്ബൻഡ് എന്റെ ഇടയ്ക്ക് സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കടങ്ങൾ ഇങ്ങനെ കുറേശ്ശെ തീർത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അസുഖം അറിയുന്നത്. റേഡിയേഷന് എനിക്ക് പിന്നെ 15 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 75,000 രൂപ ആവും എന്ന് പറയുന്നു. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ പൈസ ഒരു രൂപ പോലും ആവത്തില്ല. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ എനിക്കതില്ല. എനിക്ക് അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ ഇൻഷുറൻസ് എടുക്കാത്തവർ എല്ലാവരും എടുക്കുന്നതിന് ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ ഒരുപാട് ഇതുണ്ട്. നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്ന, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. നമുക്ക് ധൈര്യമായിട്ടൊരു ഹോസ്പിറ്റലിലോട്ട് പോയി കയറാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമ്മളൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ കാണത്തില്ല. അതിപ്പോൾ ഈ ഒരു അസുഖം തന്നെയല്ല കേട്ടോ, ഏത് അസുഖങ്ങളാണെങ്കിലും നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കുക നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇത്ര തുച്ഛമായ പൈസയ്ക്കൊക്കെ ഇൻഷുറൻസ് നല്ല കൂടിയ എമൗണ്ട് കിട്ടുന്ന ഒക്കെ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അതേതെന്ന് വെച്ച് നോക്കിച്ച് അങ്ങനെ ഒരെടുത്ത് എപ്പോഴും നമ്മളിടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളോർക്കും കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ എനിക്കൊന്നും ഷുഗർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഏജ് ഓവറായവർക്കൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ എടുക്കാമെന്ന് ഒരുപാട് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഓരോ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരെണ്ണം എടുത്ത് ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും നമുക്ക് കയറി നമ്മുടെ പൈസ ഇല്ല, നമുക്ക് ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അത് എല്ലാവരും എടുക്കണം. ഇവർക്ക് ഇപ്പോൾ കടവർ പറഞ്ഞിട്ട് അങ്ങനെ ഇൻഷുറൻസിൻ്റെ കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ഇത്രയും പൈസയൊക്കെ ഇവർക്ക് മുടക്കേണ്ടി വന്നത്. നമ്മൾ പ്രോഗ്രാമിൽ എനിക്ക് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു രൂപ പോലും വാങ്ങാതെ പിന്നെ മെഡിസിൻ മാത്രം പൈസ എടുത്ത് സർജറിക്ക് 1,20,000 രൂപ അടയ്ക്കാതെ തന്നെ എനിക്ക് സർജറി ചെയ്യാറുണ്ട്. അവിടെ ജനറൽ സർജൻ ആയതുകൊണ്ട്, പിന്നെ എന്നെ ഓങ്കോളജി സർജൻ അല്ല എന്റെ സർജറി ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ജനറൽ സർജനെ കാണിച്ചിട്ടാണ്. ജനറൽ സർജനാണ് അവിടെ പിന്നെ ഈ ഹെൽത്ത് കാർഡ് എടുക്കും, ഇൻഷുറൻസ് കാർഡ് എടുക്കും. അപ്പൊ അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പൈസ ആവില്ലായിരുന്നു പ്രൈവറ്റിൽ. എനിക്കത് ഇല്ലാത്തത് കൊണ്ടാണ് 1,20,000 രൂപ അടച്ച് എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നത്. ഇവരിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഇനി ഒരു നിവൃത്തി ഇല്ലാത്തവർക്ക് ഈ അസുഖമാണെന്ന് അറിയുമ്പോഴത്തേക്കും അവര് സ്വയം പോയി ആത്മഹത്യ ചെയ്യും. കാരണം അവരുടെ കയ്യിൽ ഇങ്ങനെ ആത്മാനുള്ളവരെ കൊണ്ടല്ലോ പോയി ഇരന്ന് വാങ്ങിക്കാൻ മനസ്സ് ഇല്ലാത്തവരൊക്കെ കാണുമല്ലോ, അഭിമാനം വിറ്റ് ഒന്നിനും നിൽക്കാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ. അങ്ങനെ ഉള്ളവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും ഈ അസുഖമാണെന്ന് എങ്ങനെയെങ്കിലും അറിയുമ്പോഴത്തേക്ക് ഈ ഡോക്ടർ പറയുമ്പോഴത്തേക്ക് അവർ തകർന്നു പോലെ അവർ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇത് രേഷ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞുണ്ടാക്കുന്നത്. കാരണം ഇത്രയും ഭീമമായ തുക ഞങ്ങൾ എവിടെ പോയിപ്പിക്കും, ഇത്ര പേരെ വാങ്ങിച്ചാൽ ജീവിതം മുമ്പോട്ട് പോകും, ചികിത്സ മുമ്പോട്ട് പോകും, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത വരുന്നത് നമ്മുടെ മനസ്സിൽ അസുഖം എന്ന് അറിയുമ്പോൾ. പക്ഷേ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. കിംസിൽ പോലും പിന്നെ ഇതിന്റെ സർജറി ചെയ്യുന്നതിന് 5 ലക്ഷം 6 ലക്ഷം രൂപ കണ്ടേ ഉള്ളൂ. പിന്നെ ഈ ക്യാൻസറിന്റെ, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തേ പറ്റൂ. ക്യാൻസർ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ സെക്കൻഡ് സ്റ്റേജ് ആയിക്കോട്ടെ, ബ്രസ്റ്റ് റിമൂവ് ചെയ്തേ പറ്റൂ. കാരണം ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതിരുന്നാൽ ആ അസുഖം വീണ്ടും വരും. കാരണം എന്റെ പരിചയത്തിൽ എന്റെ ഉമ്മച്ചിയുടെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതിപ്പം അവർക്ക് വന്നിട്ട് 16 വർഷമായി അവർക്ക് അസുഖം വന്ന് ആദ്യം അവർ ഈ വന്ന ട്യൂമർ മാത്രം എടുത്ത് കളഞ്ഞു. എന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. രണ്ടാമത് അവർക്ക് വീണ്ടും വന്നപ്പോഴേക്ക് ഫുള്ള് ബ്രസ്റ്റ് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. റിമൂവ് അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എനിക്ക് ഫസ്റ്റ് ബ്രസ്റ്റിൽ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എടുത്ത് ചോദിച്ചത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൽ ഇയാൾക്ക് ടെൻഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സോടെ ഇല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഇത് ബ്രസ്റ്റിൽ ട്യൂമർ വരുമ്പോൾ തന്നെ നമ്മുടെ ബ്രസ്റ്റ് ആ ഒരു ബ്രസ്റ്റ് ഫുൾ അങ്ങ് അതിന്റെ വേര് പോയി കഴിഞ്ഞു, ക്യാൻസറിന്റെ വേര് പോയി കഴിഞ്ഞു, ഞരമ്പിലൊക്കെ പിന്നെ ക്യാൻസറിന്റെ കോശങ്ങളായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത് പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് എടുത്ത് മാറ്റിയാൽ മാത്രമേ പിന്നീട് അത് വരാതിരിക്കുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ നോക്കി മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കീമോ കഴിയുമ്പോഴും മറത്തിയൊക്കെ സംഭവിക്കാം. ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോകും. ചിലപ്പോൾ പറഞ്ഞത് തന്നെ പിന്നെയും പറയും. രേഷ്മ കീമോ കുട്ടാ, നീ എത്രയും വേഗം എന്റെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇനി കൂട്ടുകൂടൂല എന്നൊക്കെ പറയുന്നു. സത്യം പറയട്ടെ, ഈ കീമോ എടുത്ത് അത് അനുഭവിച്ചവർ ആരും അത് ഒരു കീമോ മാത്രം ആയിക്കൊള്ളട്ടെ, ഒരു കീമോ ആയാലും ചെയ്യുന്നത് അത് എടുത്ത് അതിന്റെ വേദനയും അതിന്റെ എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയും കീമോ കുട്ടാന്നും അങ്ങനെയൊന്നും വിളിക്കില്ല. കീമോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വെറുപ്പാണ് തോന്നുന്നത്. വെറുപ്പ് തോന്നും. കാരണം നമ്മൾ അത്രത്തോളം നമ്മളെ നശിപ്പിക്കും. നമ്മുടെ രൂപം, എല്ലാം നമ്മുടെ രൂപമൊക്കെ നമ്മളാണെന്ന് പറയത്തേ ഇല്ല. സത്യം. എന്റെ ഈ ഞാൻ ചെറിയ റീലൊക്കെ ചെയ്യുന്ന ആളാണ്. എന്റെ ഈ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാം. എന്റെ ഇപ്പോഴത്തെ ഞാൻ ഒരു വീഡിയോ പോലും എനിക്ക് ഈ അസുഖം ആയതിനു ശേഷം ഒരു വീഡിയോ പോലും ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ രൂപം കാണാൻ വെറുപ്പ് തോന്നും. ഈ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. കാര്യം ഈ കീമോ കഴിയുമ്പോഴത്തേക്ക് ഷേപ്പിങ് മാറിപ്പോകും. ഷേപ്പ് മാറിപ്പം തന്നെയല്ല, ഈ മുടിയൊക്കെ ആ പോകുന്ന സമയത്ത് ഭയങ്കര തലവേദന ഞാൻ കേട്ടിട്ടുണ്ട്. മുടി പൊഴിയുമ്പോൾ തന്നെയല്ല, ഈ കൺപീലി പൊഴിയും, പിരിയത്തും പൊഴിയും. ആ സമയത്തൊക്കെ അത് ഈ മരുന്നിൻ്റെ റിയാക്ഷനാണ് അതെല്ലാം. ആ സമയത്ത് ഇങ്ങനെ പൊഴിയുന്ന സമയത്ത്, ഈ മുടിയൊക്കെ പൊഴിയുന്ന സമയത്ത് മുടി ഇങ്ങനെ വലിച്ചു പറിക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര വേദനയാണ് ആ സമയത്ത്. തലയ്ക്ക് മൊത്തത്തിലൊരു അസ്വസ്ഥതയാണ്. കാര്യം ഞാൻ ഇവിടുത്തെ കൊച്ചു തലയ്ക്ക് കൈയും കൊടുത്ത് അത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അത് പോയിട്ട് കീമോ ചെത്തിച്ച് വന്നു കഴിയുമ്പോൾ ആ ചേച്ചി കിടന്ന് ഓടുന്ന ആൾക്കാർ ഇതിനെങ്കിൽ ഛർദിലൊക്കെയാണ്. അപ്പോൾ അതിന് കരിക്കും വെള്ളം കൊടുക്കാനും
അതിനെ മാത്രമാണ് ചേച്ചി ആ സമയത്ത് ശ്രദ്ധിക്കുന്നത്. വേറെ ആരെയും പുള്ളിക്കാരി നോക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാണെങ്കിൽ അത് ആ മുടിയിലൊക്കെ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ കൈവച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നുന്നു. അതിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പം ഈ ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് ചിലർ പറയാറുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കീമോ കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ മുടി പൊഴിഞ്ഞു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളത് 2ഉം 3ഉം ഒക്കെ കഴിയുമ്പോഴാണ് ഇങ്ങനെ മുടി പൊഴിയുന്നത് എന്നാണ് കേട്ടത്. 2ഒക്കെ കഴിയുമ്പോഴത്തേക്കും മുടി കുറച്ചൊക്കെ പോയി തുടങ്ങും. പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരുമാതിരി കഷണ്ടി പോലെ ആവും തല, അങ്ങനെയാണ് കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ മുടി കിളുത്ത് വരും കേട്ടോ, പിന്നെ മുടി കിളുത്ത് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതിനകത്ത് രേണു പറഞ്ഞ കീമോക്കൂട്ട, എൻ്റെ ചക്കര, എൻ്റെ പൊന്നെ, എൻ്റെ മുത്തെ, എൻ്റെ സൂന എന്നാ ഏതാണ്ടൊക്കെ കുട്ടൂട് എന്നൊക്കെ വിളിച്ചേച്ച് നീ എൻ്റെ ക്യാൻസർ കോശങ്ങളെല്ലാം കൊന്നു കളയണം, ഇല്ലെങ്കിൽ നിന്നെ കൂടുകയില്ല എന്ന് പറഞ്ഞിട്ട് അതേ തട്ടുന്നു. എന്നിട്ട് പറയുന്നത് അതിന് വേദനയാണെന്ന്. എനിക്കറിയാമല്ലോ എന്നതൊക്കെയാണോ ഇവർ കാണിച്ച് കൂട്ടുന്നതെന്ന്. ഇവർ ഈ മറ്റുള്ള മനുഷ്യരെയൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി കളിയാക്കുവാണ്. ക്യാൻസർ പേഷ്യൻറ്റിനെ കളിയാക്കുന്ന രീതിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ശരിക്കും ഇതൊക്കെ ഇവർക്കൊരു തമാശയായിട്ടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമുക്കിപ്പോൾ രോഗം നമ്മൾ ബോൾഡാണ് വേണ്ടാന്നല്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നമ്മൾ തളരുമല്ല ചെയ്യേണ്ടത്. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരുമാതിരി കോക്കാമ്പിച്ച് കാണിക്കാന്ന് പറയും, ഗോഷ്ടി കാണിക്കുക. അല്ലാതെ ഇവർ സ്ട്രോങ് എന്നിട്ട് ഇവർ പറയുന്നത് ഞാൻ ബാക്കി ക്യാൻസർ പേഷ്യൻ നിങ്ങൾ കാണിക്കുന്ന കണ്ടിപ്പോൾ എല്ലാവരും കരയുവാണ്. നിങ്ങൾ കാണിക്കുന്ന ഈ കോലം വെച്ച് കാര്യം എന്നാന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അനുഭവിക്കുമ്പോഴത്തേക്ക് ഇവർക്കൊരു കുഴപ്പമില്ല, ഇവർക്ക് ഇത് എന്നാ അപ്പോൾ ചെയ്തതെന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ഇവർക്ക് ഇനി ക്യാൻസർ ഉണ്ടോ ഇതൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഏത് മരുന്നാണ് എടുക്കുന്നത്, ഇവർക്കൊരു കുഴപ്പമില്ലാതെ ഇവർ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് എന്നൊക്കെയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ വേറൊരു വോയിസ് ഇവിടെ വന്നിട്ടുണ്ട്, അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. കാണാൻ വെറുപ്പ് തോന്നും. അത്ര ആ ഒരു തരത്തിലാവും നമ്മൾ. മുടിയും പോയി, പുരികം പോയി, കണ്ടിയിൽ പോയി, ഇതെല്ലാം കൊണ്ട് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറും. കീമോ എടുക്കുന്ന അത് റോക്കി മനസ്സിലാവുമായിരിക്കും. നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് പോലും മാറിപ്പോകും. നമ്മുടെ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത്, അതെന്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ അത് അങ്ങനെയാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ തോന്നത്തില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ കീമോ കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴത്തേക്കും ചുണ്ടൊക്കെ പൊട്ടി, ചുണ്ട് ഫുള്ള് പൊട്ടും. പൊട്ടെന്ന് പറഞ്ഞാൽ തൊലി ഇങ്ങനെ ചുണ്ടിലെ തൊലി ഫുള്ള് പോകും, ചുണ്ടിലെ തൊലി ഫുള്ള് പോകും. പിന്നെ ബാക്കിയൊക്കെ ഫുള്ള് തൊലി മൊത്തം ആകും. അത് ഡോക്ടർ നമ്മൾ കീമോ എടുക്കുന്നതിന് അന്ന് കീമോക്ക് നമ്മൾ കയറുന്നതിന് മുന്നേ ഡോക്ടർ എല്ലാം പറയും ബാക്കിയൊക്കെ തൊലി എല്ലാം പോകും, എരിവ് പുളി അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം ഒരു 4-5 തവണയെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് വാ കഴുകണമെന്ന് പറഞ്ഞ് തന്നെയാണ് വിടുന്നത്. നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. തൊണ്ട് അതുപോലെ നമ്മൾ ഇച്ചിരി എരിവുള്ള ഒരു ഫുഡ് കഴിച്ചാൽ പോലും നമ്മുടെ ശ്വാസനാളം പോലും എരിഞ്ഞ് നീർ പൊടി അങ്ങനത്തെ നീറ്റലും അതൊക്കെയാണ്. പിന്നെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ കീമോ ഒന്ന് ചെയ്താൽ തന്നെയും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 ചുവടൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. അത് കഴിയും 2 ചുവടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഒരാളെ സഹായം, നമ്മൾ ഒരാളെ പിടിക്കാതെ നമുക്ക് നടക്കത്തില്ല, ശ്വാസം മുട്ട് വരും. പിന്നെ ഇന്നത്തേതാണോ വീഡിയോയിൽ രേഷ്മ ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കീമോ എടുക്കുന്നതിന് മുന്നേ ഡോക്ടർ പറയും കഴിവിന്റെ പരമാവധി ഫാസ്റ്റ് ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവും. കീമോ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം ഹോട്ടലിലെ ഫുഡൊക്കെ വൃത്തിയില്ലാതാണല്ലോ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഹോട്ടൽ ഫുഡ് കഴിക്കരുത്. പിന്നെ മധുരപാനീയങ്ങൾ, അതായത് പിന്നെ ഫ്രൂട്ടി, പെപ്സി, കൊക്കോകോള അങ്ങനെയുള്ള ബോട്ടിൽ വെള്ളങ്ങളൊന്നും കുടിക്കരുത്. വീട്ടിലെ ഫുഡ് മാത്രം കഴിക്കാം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, അതായത് നൈസ് ആയിട്ടുള്ള ഫുഡ് അത് കഴിക്കാം. എനിക്കൊക്കെ പിന്നെ ഒരു 2 ആഴ്ച വരെ കഞ്ഞി അല്ലാതെ, കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കട്ടിയായിട്ടുള്ള കഞ്ഞിയും കുടിക്കത്തില്ല, നൈസായിട്ട് വെള്ളം ഒത്തിരി ചേർത്ത കഞ്ഞി അതും കുടിക്കത്തില്ല. കുടിച്ചാൽ ഉടൻ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെ കഴിക്കാം. കാരണം ഛർദ്ദിലുള്ളത് കൊണ്ട് നമുക്ക് ഹെവി ഫുഡ് പറ്റില്ല. അത് മാത്രമല്ല ഹെവി ഫുഡൊന്നും കഴിക്കത്തില്ല, തൊണ്ടിലും കൂടെ ഇറങ്ങത്തില്ല. ശരിക്കും ഇവർ ആ ഒരു അവസ്ഥ പറയുന്നത് കേട്ടപ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി. കാര്യം ഇതൊന്നും ആർക്കും വരില്ലേ ദൈവമേ എന്ന് സത്യം പറയാം. മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര എന്നത് നമുക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ ഒരു ഫീൽ എന്നാന്നുള്ളത്. കാര്യം എന്നാന്ന് വെച്ചാൽ അവർ അനുഭവിക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെ വായിക്കകത്ത് ചെറുതായിട്ട്, മിക്കവർക്കും വായിക്കകം ചെറുതായിട്ട് പൊട്ടും. ഒന്നും വേണ്ട, ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ഒന്ന് തെന്നി നമ്മുടെ മോണയിലൊന്ന് കൊണ്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ചുണ്ടയിലൊന്ന് കടിച്ചാൽ മതി. അത് എത്ര ദിവസം നമുക്ക് വേദനയായിട്ട് നിൽക്കും. എത്ര ദിവസം നമുക്കൊന്ന് സംസാരിക്കാൻ പോലും വയ്യാതെ, നമ്മൾ ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലർക്ക് നാക്ക് പൊട്ടാറുണ്ട്, നാക്കിൽ തൊലി പോയി ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് പൊട്ടി, അത് ചെറുതായിട്ടൊന്ന് പഴുത്തിങ്ങനെ, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറും. പക്ഷേങ്കിൽ ആ അത്രയും ദിവസം നമുക്ക് ഒരാളോട് മിണ്ടാനോ നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും വയ്യാതെ ഒരു ഇച്ചിരി എരിവുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ഭയങ്കര നീറ്റിൽ. എന്നിട്ട് അമ്മമാരൊക്കെ പറയും എരിവുള്ള കഴിച്ചോ പെട്ടെന്ന് കരിയും, അത് കരിയാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. പക്ഷേ എന്നാലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, വായിക്കകത്ത് മുഴുവൻ തൊലി പോവുക, തൊണ്ടയിൽ വരെ തൊലി പോകുക എന്ന് പറയുമ്പോൾ അവരൊരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ. സത്യം പറയാൻ എനിക്കത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്കങ്ങ് ദൈവമേ ആർക്കും വരല്ലേ അസുഖം എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഒരു മനുഷ്യർക്ക് പോലും ഈ ഒരു അസുഖം വരല്ലേ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ക്യാൻസർ പേഷ്യൻ്റാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെ നോക്കിയാലും ചിലപ്പോൾ കൊച്ചു പിള്ളേർക്ക് പോലുമാണ് ഈ ഒരു അസുഖം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കിതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എനിക്കറിയാമല്ലോ ഒരു വല്ലാത്തൊരു ഇതുപോലെ തോന്നുന്നു. ഇവർ പറഞ്ഞ് ശരിയാണ്, ഫുഡ് ഞാൻ കേട്ടിട്ടുണ്ട് പുറത്തെ ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന്. പക്ഷേ രേണു ഇത് കഴിഞ്ഞേച്ച് ഒരു ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. രേണുവിൻ്റെ ചേച്ചി വാരി കൊടുക്കുന്നു, ബാക്കി എല്ലാവരും ഇരുന്ന് കഴിക്കുന്നു. എനിക്കറിയാമല്ലോ ഇവർക്ക് ആർക്കും ഇതൊന്നും കണ്ടിട്ടൊന്നും ഒരു ഭയമോ അല്ലെങ്കിൽ എത്രമാത്രം അവരെ കെയർ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാണിച്ചാൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് മാറ്റി നീ ഇതിൽ നിന്ന് മാറണം, നിനക്ക് ഇതിൽ നിന്ന് അസുഖം മാറി വരണം, നീ രക്ഷപ്പെടണം, ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ രക്ഷപ്പെടണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തെന്ന് ഇതൊക്കെ അവരുടെ വീട്ടുകാരും എനിക്ക് തോന്നിയിട്ടോ വലിയ ഇതൊരു കൊടുത്തിട്ടില്ല ഈ ഒരു രോഗത്തിന്. അല്ലെങ്കിൽ പിന്നെ കിച്ചു ഒരു വീഡിയോ ഇട്ടപ്പോൾ അതുകൊണ്ട് അത്രയും വയ്യാതിരിക്കുന്ന രേണുവിനെ കാണിക്കുക, രേണു അതിനെ റിയാക്ട് ചെയ്യുക, അതൊക്കെ അവരുടെ വീട്ടുകാർ തന്നെയാണ് അങ്ങനെയൊക്കെ കാണിച്ചത്.
എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് പറയുമ്പോൾ അത് കട്ടിയായിട്ടുള്ള കഞ്ഞിയും കുടിക്കത്തില്ല, നൈസായിട്ട് വെള്ളം ഒത്തിരി ചേർത്ത കഞ്ഞി അതും കുടിക്കത്തില്ല, കുടിച്ചാൽ ഉടൻ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെ കഴിക്കാവും. കാരണം ഛർദ്ദിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഹെവി ഫുഡ് പറ്റില്ല. അത് മാത്രമല്ല ഹെവി ഫുഡൊന്നും കഴിക്കത്തില്ല, തൊണ്ടയിൽ കൂടെ ഇറങ്ങത്തില്ല. ഭയങ്കര വേദനയാണ് നമുക്ക്, ഉള്ളു പോലും വേദനയാണ് നമുക്ക്. പിന്നെ വെള്ളം പോലും തൊണ്ടയിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ വേദന കൊണ്ടിട്ട് ശ്വാസം മുട്ട്, നടക്കാൻ പറ്റില്ല, ശ്വാസം മുട്ട്, കിടപ്പ്, പിന്നെ കൈ, കാലിന്റെ മുട്ട്, കാലിന്റെ പാദം, കാലിന്റെ വിരൽ, ഇതൊക്കെ ഭയങ്കരമായ വേദനയൊക്കെയാണ്. രേഷ്മ നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് നല്ല ആക്റ്റീവായിട്ടിരുന്ന രേഷ്മ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു. മറ്റേ അൻഷാദിനെ പറ്റി പറഞ്ഞത്, അൻഷാദ് കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിലൊക്കെ രേഷ്മ ഹോട്ടലിലാണ് ഇരിക്കുന്നത്. പിന്നെ ഷെഫീനത്തയുടെ വീഡിയോയിൽ പറയുന്നതായിട്ട് അവരുടെ അയൽവാസികൾ പറഞ്ഞ് സിനിമ കാണാൻ പോകുന്നത്, തിയേറ്ററിൽ വെച്ച് ആരോ കണ്ടെന്ന്, പിന്നെ കറങ്ങാൻ പോകുന്നത്, ഇതൊന്നും ചെയ്തു. ഡോക്ടർ പറയുന്നത് കീമോ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവുക, പുറത്ത് പോകരുത്, വീട്ടിൽ പിന്നെ വിസിറ്റേഴ്സിനെ അനുവദിക്കരുത്, വിസിറ്റേഴ്സിനെ ആരെങ്കിലും കാണാൻ വന്നാൽ മാസ്ക് വെച്ച് സംസാരിക്കാവൂ, നമ്മൾ അതായത് പേഷ്യന്റ് ഫുൾ ടൈം വീട്ടിനകത്ത് മാസ്ക് വെക്കണം, ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു വിടുന്നത്. പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ ഇതൊന്നും കാണുന്നില്ല. ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ അസുഖമാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞറിയാതെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണോ, എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തു പോലും ചെയ്തിട്ടില്ല പോലും നമ്മൾ നമ്മളോട് കിണങ്ങിയിരിക്കുന്നവരോട് പോയി ക്ഷമ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആരോടും ഒരു ശത്രുതയും തോന്നൂല ആ സമയത്ത്. അതിൽ നമുക്ക് അതിനുള്ള മനസ്സൊന്നും ഇല്ല. നമ്മൾ അത്രയും ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, അത്രയും ക്ഷീണിച്ച് അവസ്ഥയായി, ഏത് നിമിഷവും ഞാൻ മരിച്ചു പോകും, കീമോ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ തോന്നൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കാൻ, ഞാൻ മരിക്കാറായി, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ഷീണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത്, നമ്മുടെ ചുറ്റിനും നമുക്കുള്ള എല്ലാവരും, നമ്മുടെ അമ്മയായാലും സഹോദരങ്ങളായാലും മക്കളായാലും നമ്മുടെ ബന്ധുക്കളായാലും എപ്പോഴും നമ്മുടെ ചുറ്റിനും വേണം എന്നൊരു തോന്നലൊക്കെയാണ്. നമുക്ക് ആരോടും വൈരാഗ്യം തോന്നൂല, ആരോടും പല തോന്നൂല, ആരെക്കുറിച്ചും ഒരു കുശുമ്പും പറയൂല. ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമുക്ക് അതിനുള്ള മനസ്സിൽ നമ്മുടെ മനസ്സപ്പോൾ ഒരു കുഞ്ഞു പിള്ളേരുടെ, നിഷ്കളങ്കമായ ഒരു കുഞ്ഞു പിള്ളേരുടെ മനസ്സ് പോലെ നമുക്കാവും. കാരണം നമ്മൾ മരണത്തിന് മുഖാമുഖം കണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചിന്ത അങ്ങനെയാണ്. ഇപ്പം ഒരുപാട് മാറിയ ട്രീറ്റ്മെന്റുകളുണ്ട്, എങ്കിലും ശരി തന്നെയാണ്. ക്യാൻസർ വന്ന് ഒരുപാട് പേര് മരിച്ചു പോയത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഞാൻ മരിക്കാറായി, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് വരുന്നത്. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് എങ്കിലും ഈ കീമോയുടെ സൈഡ് എഫക്ട് നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ മാത്രമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും എല്ലാവരെയും സന്തോഷിച്ച് നിർത്തും. കാരണം നമ്മൾ മരിക്കുമ്പോൾ പാവം പേര് പോകണ്ടല്ലോ. എന്തായാലും നമുക്ക് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം ചിലപ്പം ദൈവം തന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്കെല്ലാം പശ്ചാത്തപിക്കാനുള്ള സമയം നമുക്ക് ദൈവം തന്നതായിരിക്കും എന്ന് നമ്മൾ അപ്പോഴും നമ്മുടെ മനസ്സിൽ അറിയാതെ നമ്മുടെ മനസ്സിലാവുന്ന ചിന്ത കൊണ്ട് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നമ്മൾ അഥവാ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കും, ഞാൻ അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണേ, നിങ്ങൾ എന്നോട് പൊറുക്കണേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ പറയും. ഇത് അങ്ങനെയല്ല. ഇത് ഈ അസുഖത്തിനെ കുറിച്ചല്ല രേഷ്മയ്ക്ക് ചിന്ത. രേഷ്മയ്ക്ക് അസുഖം വന്നതിൽ രേഷ്മയ്ക്ക് ഒരു പേടിയോ ഒരു ഭയമോ അതോ ട്രീറ്റ്മെന്റ് എടുത്താൽ എന്റെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറും, നമ്മുടെ ചിന്ത അങ്ങനെയായിരുന്നു. ഞാൻ ട്രീറ്റ്മെന്റ് ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത. കാരണം എന്റെ കൂടെ പിന്നെ കീമോക്കി കിടക്കുന്ന മിക്കുള്ളവർക്കും ആദ്യം വന്ന് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് പിന്നെയും വന്നവരൊക്കെയാണ് ഏറ്റവും കൂടുതലും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായമുള്ളത്. അപ്പൊ നമുക്ക് ആ ചിന്തകൾ വരുന്നത്, ദൈവമേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും, അഥവാ മാറിയാൽ പിന്നെയും വരൂ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. നമുക്ക് എപ്പോഴും മേക്കപ്പ് ഇട്ട് നടക്കാനോ പിന്നെ മോഡേൺ ഡ്രസ് ഇട്ട് നടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ മൊബൈൽ എടുത്ത് റീൽ ചെയ്യാനോ വീഡിയോ ചെയ്യാനോ ഒന്നിനും നമുക്ക് തോന്നൂല. നമുക്ക് അപ്പോൾ തോന്നുന്നത് എന്താണ്, നമ്മുടെ മക്കളുമായിട്ട് സംസാരിച്ചിരിക്കണം, കഴിയുന്നതും നമ്മുടെ മക്കളോട് സമയം സ്പെൻഡ് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പക്ഷെ അതിന് പോലും മക്കളോട് പോലും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള ആരോഗ്യം നിങ്ങൾ കാണില്ല. അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ ഈ അസുഖം, അതായത് ഈ ബ്രസ്റ്റിന്റെ ക്യാൻസർ സ്ഥിരീകരിക്കുന്ന സമയം വരെയും എനിക്ക് മറ്റൊരു അസുഖങ്ങളും ഇല്ലാത്ത ആളായിരുന്നത്. എനിക്ക് പനി വരത്തില്ല, എനിക്ക് ജലദോഷം വരത്തില്ല, എനിക്ക് മറ്റൊരു അസുഖങ്ങളും എനിക്ക് വരത്തില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെ മൈഗ്രെയിന്റെ തലവേദന എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ആകെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള 2 മക്കളുടെ ഡെലിവറിക്ക് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതും. അല്ലാതെ ഞാൻ മറ്റൊരു അസുഖത്തിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടേ ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുമില്ല. ഇനി എന്റെ ഈ 3/4 ഭാഗം ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഇപ്പോഴും ടെൻഷനാണ്. പിന്നെ പഠിച്ച സത്യമായിട്ടും പോയി എനിക്ക് ഉറക്കം ഇതുവരെ ഇല്ല. ഞാൻ കൂടി പോയാലും ഞാൻ 2 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് തന്നെ. കാരണം ടെൻഷൻ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ട്രീറ്റ്മെന്റ് ഫലം കാണുമോ, പിന്നെ എന്താണ്, കാരണം റേഡിയേഷൻ പോലും എനിക്ക് തുടങ്ങിയത്. റേഡിയേഷൻ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറേയൊക്കെ ടെൻഷൻ അങ്ങ് മാറിയാണ്. കാരണം റേഡിയേഷൻ കൂടെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കീമോ റേഡിയേഷൻ. ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് കീമോ റേഡിയേഷൻ മാത്രമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ എനിക്ക് ഈ റേഡിയേഷൻ കൂടെ കഴിഞ്ഞ 5 വർഷം എനിക്ക് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കണം. ഇതിനകത്ത് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ രേണു ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് കണ്ടിട്ടുണ്ടോ? കാര്യം എന്നാന്ന് ചോദിച്ചാൽ മേക്കപ്പ് ഇടുക, കണ്ണിൻ്റെ പുറത്ത് ഐഷാഡോ എഴുതുക, കണ്ണെഴുതുക. കാര്യം ഇതൊന്നും സ്കിന്നെ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. മേക്കപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നെ അല്ലേ തന്നെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് കേടാന്ന് പറയാറുണ്ട്. ആ കൂടെ നമ്മുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഒരുപാടാണ്. പക്ഷേ ഇവർ മേക്കപ്പ് ചെയ്യാറുണ്ട്. ഇവർ ആ കൈയിട്ട് കാണിക്കുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു കാര്യം. അവർ തന്നെ പറയാറുണ്ട് കൈ അനക്കാൻ പറ്റാത്ത വേദനയാണ് അവർക്ക്. പക്ഷെ അത് തട്ടിക്കളിക്കുക, അത് ആ കൈ ഇല്ലാത്തൊരു പരിപാടിയില്ല. ഇനി അവർക്ക് ഇനി റീൽ എന്തിനും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അവർക്ക് വരുമാന മാർഗ്ഗമായിരിക്കാതെ അതവർ ചെയ്യുന്ന സമയത്ത് ആ കൈയൊന്നും അനക്കാതെ വെച്ചോട്ടൊന്നും ചെയ്തുകൂടാ. കൈയിട്ട് അനക്കുന്ന കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് അവരുടെ റീൽ നോക്കാൻ പേടിയാകും. കാര്യം എനിക്ക് എന്താ ഭയങ്കര ഒരു ടെൻഷൻ വരും, ഇവർക്ക് വേദന എടുക്കത്തില്ലേ, ഇവരെന്നതൊക്കെ കൈയിടുക, ആ കൈയിട്ടും ഒരു എനിക്കറിയാൻ മേലിട്ട് കൊടയും ആ കൈയിട്ടങ്ങ്. ഇവർക്ക് വേദനയെന്നൊന്നും പറയുന്നത് ഇവരുടെ ശരീരത്തിന് അറിയാൻ മേലേ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരെത്ര ഇത് അവർ ആഹാരം കഴിക്കുന്ന കാര്യങ്ങളും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും അവരുടെ ടെൻഷനുകളും ശരിയാണ്. ഈ ഒരു അസുഖം വന്നെന്നറിയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പേടിച്ചു പോകും. ആദ്യമേ തന്നെ എന്നാണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി പേർക്ക് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേർക്ക്. ഞങ്ങളുടെ ഒരു ടീച്ചറുണ്ടായിരുന്നു, ടീച്ചറിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ടീച്ചറിന്.
ആ ടീച്ചറിന് ദേഹം മൊത്തം ചൊറിച്ചിലായിരുന്നു, ഭയങ്കര ഇപ്പം അലർജിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ടീച്ചർ ഈ നല്ല ഈ മൊനയുള്ള സൈസ് ചീപ്പ്, ഈ ഇരുമ്പിൻ്റെ കൂട്ട് ഈ കമ്പി പോലത്തെ ചീപ്പൊക്കെ ഉണ്ടല്ലോ, അതിട്ട് ദേഹം ഇട്ടങ്ങ് ഉരയ്ക്കുമായിരുന്നു. ടീച്ചർ ഇട്ടങ്ങ് ഉരച്ച് അങ്ങനെ ഈ ചൊറിച്ചിൽ നിൽക്കാതെ ഇപ്പോൾ അലർജിക്ക് കാണിക്കാൻ പോയതാണ്. കാണിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളത്. ടീച്ചർ പിന്നെ ബ്ലഡ് മരിക്കുക. അന്നേരത്തേക്ക് തന്നെ ടീച്ചറിന് മനസ്സിലായി ടീച്ചർ പോകും എന്നുള്ളത് തന്നെ മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വൈകിയാണ് ഇതറിഞ്ഞത്. ടീച്ചർ ആദ്യം തന്നെ ടീച്ചറിൻ്റെ മക്കളെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ് പഠിപ്പിച്ചത്. കാര്യം വെച്ചാൽ അവർ ടീച്ചറൊന്നും ഇതിന് എല്ലാം ടീച്ചർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ ചെയ്യുമെന്നുള്ള ആ കൂടെ ടീച്ചറിന് ഭയങ്കര വിഷമമായിരുന്നു. കാര്യം കൊച്ചു പിള്ളേരായിരുന്നു അവർ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അവർ വെച്ചാൽ അവരമ്മയില്ലാതെ വളരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുള്ളവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ മനുഷ്യൻ ആദ്യം ഒന്നും ഒരു ടെൻഷൻ വരും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്നൊരു പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖങ്ങൾ വന്ന് നമ്മളൊരു മരണം മുന്നിൽ കണ്ടൊരു ജീവിതമാകുമ്പോണ്ടല്ലോ നമ്മുടെ സ്വഭാവത്തിനായിരിക്കും നമ്മൾ ആദ്യം മാറ്റം വരുത്തുന്നത്. എന്നാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇനി മനുഷ്യർക്കല്ലേലും അറിയാം നല്ല പ്രവൃത്തി ചെയ്യണം എന്നുള്ളത് മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില മനുഷ്യർക്ക് സ്വാർത്ഥത അങ്ങോട്ട് കൂടി കഴിയുമ്പോണ്ടല്ലോ അവരെന്നത് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. പിന്നെ അവർക്ക് ഒരു പാഠം പഠിക്കണമെങ്കിൽ ഒരു അസുഖമൊക്കെ ഇങ്ങനെ വരണം. പക്ഷേ ഇത് വന്നിട്ടും പഠിക്കാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ രേണുവാണ്. കാര്യം എപ്പോഴും സമൂഹത്തിലേക്ക് കിച്ചുവിനെ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അവർ പ്രസവിച്ചൊരു മോനായിരുന്നെങ്കിൽ ഇന്ന് ഋതപ്പനെ അവരങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുമോ? സമൂഹത്തിൽ അവരെ പിച്ച് ചീന്തായിട്ട് അവരിട്ട് കൊടുക്കുമോ ഋതപ്പനെ? ഒരിക്കലും ഋതപ്പനെ അവരുടെ അടുത്ത് ഇപ്പോൾ എന്നതെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും അവരത് അവരുടെ വീടിനുള്ളിൽ നിർത്തത്തേ ഉള്ളൂ, പുറത്തോട്ട് അവർ വിടുകയില്ല. ആ കൊച്ചിനെ ഇട്ട് പിച്ച് കീറാനായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് പല കാര്യങ്ങളും. ഈ അസുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഒന്ന് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവരൊന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ ആ കൊച്ചു വന്നിരിക്കും അവരുടെ അടുത്ത്. ഇനി എനിക്കറിയില്ല, ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളായി അതിനെ വീണ്ടും ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് എനിക്കറിയില്ല. പക്ഷേ ഇവർക്ക് ഈ അസുഖം പറഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ച് പറയാം, എടാ നീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാതിരുന്ന തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ്, നീ എന്നെ ഒന്ന് കാണാൻ പാ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്, നീ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് കിച്ചു ചെന്നിരിക്കും. രേണു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കിച്ചു ഒരു പാവ സ്വഭാവമാണെന്നും എന്നാ പറഞ്ഞാലും ഇവർ പറഞ്ഞതൊക്കെ അനുസരിക്കത്തുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാണെങ്കിലും അമ്മയുടെ ഇഷ്ടം എന്ന് പറയുന്നൊരു കൊച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കൂടെ നിൽക്കേണ്ട ഈ ഒരു അവസ്ഥയിലെങ്കിലും, പക്ഷേ എനിക്കറിയില്ല ഇവർക്ക് ഇപ്പോഴും ഈ അസുഖത്തെ ഇവരെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയാം. നമുക്ക് കാണുന്നവർക്ക് ആർക്കും ഇവർക്ക് അസുഖമുണ്ട് കേട്ടോ, അത് സത്യമാണ്. ഇവർ ക്യാൻസർ പേഷ്യൻ്റ് തന്നെയാണ്. പക്ഷേ ഇവർ കാണിക്കുന്നത് എന്നാന്ന് മാത്രം ഇനി ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ വന്നേച്ച് സത്യം എന്നാന്ന് പുറത്ത് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കാര്യം എന്നാന്ന് വെച്ചാൽ ഡോക്ടർമാർ വന്നേച്ച് പറയണം ഇവരോട് ഇതൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നതാണോ എന്നുള്ളത് ഡോക്ടർമാർ തന്നെ പറയണം. കാര്യം എന്നാന്ന് വെച്ചാൽ പല ക്യാൻസർ പേഷ്യൻറ്റിനും അതുപോലെ ഇവർ സിനിമയ്ക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ 4 പേര് കൂടുന്നിടത്ത് ഇവർ പൊതുവെ പോവുകയല്ല. കാര്യം ഇവർക്ക് പേടിച്ചിട്ട് എടുത്തിട്ടൊന്നുമല്ല, ഇവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറി തട്ടും. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകാത്തത്. എന്നാണേലും ഈ ഒരു വോയിസ് കേട്ടപ്പം എല്ലാവരും ഒന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ അസുഖം കൊണ്ട് ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പം ഇവർ ഇത് കാണുമ്പം അവർ ചിന്തിക്കും അവർക്കൊരു കുഴപ്പമില്ല, ചിലപ്പോൾ അതേ സെയിം അസുഖമായിരിക്കും ഇവർക്കും ബ്രസ്റ്റിനായിരിക്കും പ്രശ്നം. അതേ സെയിം അസുഖം വരുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കും കണ്ടോ അവർക്കൊരു കുഴപ്പമില്ലാതെ അവർ ഹാപ്പി ആയിട്ട് നടക്കുന്നത്, നിൻ്റെ മൊത്തം അഭിനയമാണെന്ന് പറയും. പക്ഷേ ഇവർ അഭിനയിക്കായിരിക്കില്ല, ഇവർ അനുഭവിക്കുമായിരിക്കും കിടന്ന്. അത് അവർക്ക് പറയുമ്പോഴത്തേക്ക് മറ്റൊരാൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ മാനസികമായിട്ട് ഈ അസുഖത്തിൻ്റെ വയ്യാഴിക, ആ കൂടെ വീട്ടിലുള്ളവരുടെ പരിഗണന കുറവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. വെറുതെ ഈ മനുഷ്യരുടെ എല്ലാം ശാപം അതിനകത്ത് വലിച്ചേക്കുന്നതെന്ന് ഓർക്കുന്നത്. ഇങ്ങനെയുള്ള രോഗികളുടെയൊക്കെ ശാപങ്ങൾ എന്നതിനാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് ഓർക്കണം. ഇതുപോലെ എത്ര ക്യാൻസർ പേഷ്യൻറ്റ് ഇന്നലെ ഞാനിട്ടൊരു വീഡിയോക്കകത്ത് വോയിസ് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അവർ കണ്ണുമുന്നിൽ കാണുന്ന ഒരു ഡോക്ടറാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രേണു കാണിക്കുന്ന കണ്ട് നിങ്ങൾ ആരും ഇതാകാൻ നിൽക്കേണ്ട. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരെന്നതാ കാണിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു രോഗിയാണ് പിന്നെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്നാ അസുഖങ്ങൾ വന്നാലും നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി ഡയറക്റ്റായിട്ട് അന്വേഷിക്കുക ഈ ട്രീറ്റ്മെൻറ്റിന് എങ്ങനെയാണ് ചാർജിങ് കാര്യങ്ങളെന്നുള്ളത്. അല്ലാതെ ഇങ്ങനെ ഈ വീഡിയോയിലൂടെ കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ ഭയന്ന് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമേ.